5 പതിറ്റാണ്ടിൻ്റെ കാവ്യ സബര്യ അക്ഷരലോകത്ത് സജീവമായി ഈ ജിനൻ. ലളിതമായ വരികളിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയം കീഴടക്കിയ പ്രമുഖ കവിയും ബാലസാഹിത്യകാരനുമായ ഈ ജിനന്റെ സാഹിത്യ ജീവിതം 5 പതിറ്റാണ്ട് പിന്നിടുന്നു. മലയാള ബാലസാഹിത്യ രംഗത്ത് തനതായ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്നും പുതിയ രചനകളുമായി സാഹിത്യ ലോകത്ത് സജീവ സാന്നിധ്യമാണ്. മണപ്പുറത്തിന്റെ സാഹിത്യ പ്രതിഭയായിരുന്ന EVG എന്നറിയപ്പെട്ടിരുന്ന EV ഗോപാലൻ മാസ്റ്ററുടെ മകനായ ജിനൻ ചെറുപ്പം മുതലേ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പഠനകാലത്ത് കയ്യെഴുത്ത് മാസികകളിലൂടെയായിരുന്നു സാഹിത്യ യാത്രയുടെ തുടക്കം. തുടർന്ന് നിരവധി സമാന്തര പ്രസിദ്ധീകരണങ്ങളുടെയും ആനുകാലികങ്ങളിലൂടെയും തന്റെ രചനകൾ വായനക്കാരിലെത്തിച്ചു. 1975 പ്രസിദ്ധീകരിച്ച ഉണ്ണിക്കിനാവ് എന്ന കവിതയോടെയാണ് സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ അരങ്ങേറ്റം. തുടക്കം പഠനകാലത്താണ് എന്ന് പറഞ്ഞാലും ചെറുപ്പത്തിലെ കുറിച്ച് നോക്കി പല കവിത വായിച്ചു നോക്കുമ്പോൾ ഇതുപോലെ എഴുതിയാൽ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് എഴുതിയൊന്നും ശരിയായിട്ടില്ല. അച്ഛനെഴുത്തുകാരൻ അച്ഛൻ്റെ കൊടുക്കുമ്പോൾ അച്ഛനത് തിരുത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ അല്ല, അപ്പോൾ അത് ഉപേക്ഷിച്ചു. പിന്നീട് വായന തന്നെ. ഈ ജിനന്റെ രചനകളിൽ ഏറ്റവും ജനപ്രിയമായ കൃതികളിലൊന്നാണ് കുരുത്തോലക്കിളി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം നേടിയ ഈ കവിതാ സമാഹാരത്തിന്റെ വരികൾ സംഗീതാവിഷ്കാരമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് ഏറ്റെടുത്തത്. കവിതയുടെ അതിവിപുലമായ ജനപ്രീതിയെ തുടർന്ന് അതിന്റെ യഥാർത്ഥ രചയിതാവിനെ കണ്ടെത്താൻ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകേണ്ട സാഹചര്യം വരെ ഉണ്ടായത് ഈ സൃഷ്ടിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. തലമുറകൾ മാറിയിട്ടും കുരുത്തോലക്കിളി ഇന്നും വായനക്കാരുടെയും ആസ്വാദകരുടെയും പ്രിയപ്പെട്ട കവിതയായി തുടരുന്നു. ഇതിൻ്റെ അവകാശമായിട്ട് വേറെ ആൾക്കാർ വന്നു ഈ എഴുതി കവിത എനിക്ക് എൻ്റെ നഷ്ടപ്പെടുകയും പാടിയ കുട്ടിയുടെ പെരിഞ്ഞത്തെ സാരംഗി ജോഷിന് ഞാൻ പോയിട്ടിട്ട് അവൾ അത് ഒരു മൊബൈൽ പിടിക്കുകയും അത് പാടി നടന്ന് ഇവിടെ വൈറലാക്കി അവൾ നാട്ടിൽ. പിന്നെ അവിടെ നിന്ന് അത് ലീക്കായിട്ട് യൂട്യൂബിലെത്തിയത്. അപ്പോൾ അത് അവർ ഒരു പറഞ്ഞു ഈ കവിതയ്ക്ക് ആരെങ്കിലും അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചു ഇട്ടുണ്ടായത്. അപ്പോൾ എനിക്കൊന്ന് അതിൻ്റെ ടെക്നോളജി അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ ഷെയർ ചെയ്ത് പോയിട്ട് ഒരു വൈറലായിട്ട് മാറിയത്. പക്ഷേ 20 കൊല്ലമായിട്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കിളി. എൻ്റെ ഒരു ജീവിതത്തിലെ ഇത് ഞാൻ അറിയാൻ ഒരുപാട് കവിത വേറെ എഴുതിയെങ്കിലും ഇതാണ് പറന്നുപോയത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാറ്റ് പറഞ്ഞത് എന്ന പ്രശസ്ത കവിതയുടെ രചയിതാവും ഈ ജിനനാണ്. കൂടാതെ ഉപ്പിന് പോണ ദിക്കേത്, അവകാശികൾ, 2 മഴക്കാഴ്ചകൾ തുടങ്ങിയ കവിതകളും കേരള പാഠപുസ്തകങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. പമ്പരം കറങ്ങണ കാഴ്ചയിൽ ആ കാഴ്ച സാധാരണ രസത്തിൽ കറങ്ങണ ഭംഗിയാണ്. പക്ഷെ ഞാനായിട്ടൊരു നൊമ്പരം കണ്ടു. കുട്ടികൾക്ക് പ്രത്യേകിച്ച് എഴുതുമ്പോഴും അതിലൊരു ആശയം അവർക്ക് കിട്ടണം. അത് ആ കവിത ഈ യുറീക്ക മാസികയ്ക്ക് അയക്കുക അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. യുറീക്കയിൽ നിന്നാണ് പാഠപുസ്തകങ്ങളിലേക്ക് വന്നത്. കുട്ടികളെ ദിക്ക് പഠിപ്പിക്കോടൊപ്പം തന്നെ ചരിത്രം പഠിപ്പിക്കുക, ഗാന്ധിക്ക് വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും എൻ്റെ കവിത ഒരു പാഠപുസ്തകത്തിൽ പിന്നെ 3 വന്നു. ഇക്കൊല്ലം 4 ഒരു പാഠപുസ്തകം പഠിക്കാനുണ്ട്. 5ാം ക്ലാസ്സിൽ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ഒരു മഴക്കവിതയുണ്ട്. നിരവധി രചനകൾ CBSE പാഠപുസ്തകങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലളിതമായ ഭാഷയും കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാനാകുന്ന ആശയവിനിമയ ശൈലിയുമാണ് അദ്ദേഹത്തിന്റെ കവിതകളെ ക്ലാസ് മുറികളിൽ പ്രിയങ്കരമാക്കിയത്. സാഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ഈ ജിനൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. സാഹിത്യ പ്രവർത്തനങ്ങൾക്കൊപ്പം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സജീവ പ്രവർത്തകനായും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. കുട്ടികളുടെ പ്രിയപ്പെട്ട ശാസ്ത്ര മാസികയായ യുറീക്കയുടെ പത്രാധിപ സമിതി അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചു. കവിതകൾക്ക് പുറമെ കഥ, നാടകം, ഗാനരചന തുടങ്ങി വിവിധ സാഹിത്യ മേഖലകളിലായി 20ലധികം പുസ്തകങ്ങൾ ഈ ജിനന്റെ പേരിലുണ്ട്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരത്തിനൊപ്പം PT ഭാസ്കര പണിക്കർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 50 വർഷത്തെ സമ്പന്നമായ സാഹിത്യ ജീവിതം പിന്നിടുമ്പോഴും വരികളിലെ ലാളിത്യവും മനുഷ്യസ്നേഹവും കൈവിടാതെ പുതിയ സൃഷ്ടികളുമായി മുന്നേറുകയാണ് മതിലകത്തിന്റെ ഈ അഭിമാന സാഹിത്യകാരൻ. ബാലസാഹിത്യത്തെയും കവിതയെയും ഒരുപോലെ സമ്പന്നമാക്കിയ ഈ ജിനന്റെ അക്ഷരയാത്ര പുതിയ തലമുറകൾക്കും പ്രചോദനമായി തുടരുന്നു.
മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം. കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പം ന്യായം പറയുവാൻ കാക്ക വന്നു. ആ ചില്ല ഈ ചില്ല മാറി ചിലച്ചു കൊണ്ടണ്ണാറ കണ്ണനും നോട്ടമിട്ടു.